അന്നത്തെ ദിവസത്തെ രാത്രി അവൻ എൻ്റെ മുറിയിൽ തന്നെയായിരുന്നു കിടന്നിരുന്നത്. ആ ഒരു സമയത്ത് ഞങ്ങൾ കഥ പറഞ്ഞെങ്ങനെയിരുന്നു. അടുത്ത ദിവസം രാവിലെ ആയ സമയത്ത് തന്നെ കോഴി കൂവി തുടങ്ങി. എനിക്ക് രാവിലെ തന്നെ കുളിക്കുന്നൊരു ശീലം ഉണ്ടായിരുന്നു. ഞാൻ മെല്ലെ കട്ടിലിൽ നിന്ന് എഴുന്നേക്കുന്ന സമയത്ത് അവൻ താഴെ തന്നെ കിടക്കുകയായിരുന്നു. ഞാൻ എഴുന്നേറ്റ് ആദ്യം കുളിക്കാനായിട്ട് പോയി. കുളിപ്പരിയും കാര്യങ്ങളും തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ വലിയ ദൂരമില്ലായിരുന്നു. അപ്പച്ചൻ 2 ദിവസം എന്തൊക്കെയാലും വരില്ല, പോട്ടിപ്പോയതല്ലേ. മിനിമം 3 ദിവസമാണ് കണക്ക്. അതുകൊണ്ട് തന്നെ ഉടനെയൊന്നും വരത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് ചെന്നു. അമ്മച്ചി അവിടെ എന്തൊക്കെയോ ഉണ്ടാക്കുകയായിരുന്നു. ശേഷം ഞാൻ മുറിയിലേക്ക് ചെന്ന സമയത്ത് അവൻ കൂർക്കം വലിച്ചു കിടന്നുറങ്ങിയായിരുന്നു. ഞാൻ കാൽ വെച്ച് ഒരു തട്ട് കൊടുത്തു. എടാ എനിക്ക് സമയമായി, നിനക്ക് പഠിക്കാനൊന്നും പോകണ്ടില്ലേ ചിക്ക, ഇവിടെ ഇങ്ങനെ കിടന്നാൽ മതിയോ? ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ പഠിത്തവും കാര്യങ്ങളും നടക്കില്ല കേട്ടോ എന്ന് ഞാനൊന്ന് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു. അപ്പം തന്നെ ഒരു മടി പിടിച്ചതുപോലെ അവൻ എഴുന്നേറ്റ് കഴിഞ്ഞ് എന്നെ ഒന്ന് നോക്കി. രാവിലെ തന്നെ വിളിക്കണ്ടായിരുന്നു എന്ന് അവൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, നീ പോയി നേരെ പോയി റെഡിയാവാൻ നോക്ക്, പിന്നെ പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കുക, പോകാനുള്ള അടുത്തൊക്കെ പോയിട്ട് വരാം എന്ന് പറഞ്ഞു. പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഞാനിന്ന് കൊണ്ടുവന്നുമ്പോൾ അത് ചേച്ചി കേൾക്കുമോ? ഞാൻ ഇന്നലെ പറഞ്ഞ സമയത്ത് ചേച്ചി അത് ഓക്കെ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് കാര്യമാണ്, ഞാൻ മറന്നുപോയല്ലോ. പെട്ടെന്ന് അവൻ എന്നോട് പറഞ്ഞു, ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മളിന്ന് രാത്രി ആ സമയത്ത് അർദ്ധരാത്രി പോയ സമയത്ത് ഒരു കാര്യം ഞാൻ ചേച്ചിയോട് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേച്ചി അത് ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് ആ ഒരു കാര്യം എനിക്ക് കത്തി. നടത്താം, നീ പോയിട്ട് വാ ആദ്യം, അതിനുശേഷം മതി ബാക്കി കാര്യങ്ങൾ എന്ന് ഞാൻ അവനോട് പറഞ്ഞു. ഞാൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവനൊരു മുഖത്തൊരു സന്തോഷമായിരുന്നു. എന്തിനാടാ ചെക്ക ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നത്? എൻ്റെ സന്തോഷം നിനക്ക് അത്ര ഭംഗിയാണോ എന്ന് ഞാൻ ചോദിച്ചു. പെട്ടെന്ന് അവൻ പറഞ്ഞു, ചേച്ചിയുടെ സന്തോഷമാണല്ലോ എൻ്റെ സന്തോഷം, പോവാ ചെല്ല് എന്ന് ഞാൻ ഒന്ന് തോണ്ടി വിട്ടു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് ആള് കുളിച്ച് റെഡിയായി കുട്ടപ്പനായി പോകാൻ ഇറങ്ങിയ സമയത്ത് തന്നെ എൻ്റെ അടുത്തേക്ക് വന്നു. ചേച്ചി ഞാൻ പോവാട്ടോ, വൈകിട്ട് വരുമ്പോൾ കാണാട്ടോ അങ്ങനെ പറഞ്ഞിട്ട് എന്നെ ഒന്ന് ഹാപ്പിയായിട്ട് അവൻ ഇറങ്ങി. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ നിന്ന് നോക്കി. എടാ പോയിട്ട് വാ കേട്ടോ, ശ്രദ്ധിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വിടുമ്പോൾ അവനും നല്ല സന്തോഷമായി, എനിക്കും നല്ല സന്തോഷമായി. കാരണം ഇതെല്ലാം ഓരോ ആൾക്കാരും ഓരോ സ്ത്രീകളും ആഗ്രഹിക്കുന്നൊരു കാര്യം തന്നെയാണല്ലോ. നമുക്ക് കംഫർട്ടായിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ ഇതൊക്കെ നല്ലതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ വൈകുന്നേരം ഒരു 5 മണി കഴിഞ്ഞപ്പം ആൾ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ വരവ് കണ്ട സമയത്ത് തന്നെ ആളുടെ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. ആ പുഞ്ചിരി എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പെട്ടെന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചു, അമ്മച്ചി അപ്പം അതുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ആൾ പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, ഇനി വന്നേ ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോയി. ശേഷം അവൻ്റെ ബാഗിൽ നിന്നും ആ ഒരു സാധനം എടുത്തു. മറ്റൊന്നും ആയിരുന്നില്ല, അതൊരു വെസ്റ്റേൺ ഡ്രസ്സായിരുന്നു. പെട്ടെന്ന് അത് കണ്ട സമയത്ത് തന്നെ എനിക്കൊരുപാട് ചമ്മല് തോന്നി. എൻ്റെ പൊട്ടച്ചക്ക, ഇതൊന്നും ഞാൻ ഇടുന്നില്ല, ഇവിടെ ഈ കടാപ്പുറത്തും കൂടെ ഇതിട്ടുകൊണ്ട് നടന്നാൽ പരുക്കുട്ടിയും പിന്നെ കറുത്തമ്മയും പോലെ ഇങ്ങനെ നടക്കുന്നതിനാണോ നീ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന സമയത്ത് അവൻ എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു, ചേച്ചി ഇതൊക്കെ നോക്കണം, ഇന്നത്തെ കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ സമയത്ത് എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ ചേച്ചി ഏത് സമയത്ത് പോയാൽ എക്സ്പ്ലോർ ചെയ്യുന്നത്? ഇതൊക്കെ ഒരു സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ എന്ന് കാര്യമായിട്ട് പറയുന്ന സമയത്ത് എൻ്റെ പൊട്ട ബുദ്ധിയിൽ എനിക്ക് തോന്നി, ഇതൊക്കെ നോക്കണമല്ലോ, അവൻ പറഞ്ഞാൽ അത് കാര്യമുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോഴും ആ വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മച്ചി തലഞ്ഞിട്ട് വേണ്ട, ഞാനതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം, എനിക്ക് കൊള്ളില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാനെടുത്ത് മാറ്റട്ടോ എന്ന് ഞാൻ അവൻ്റെ അടുത്ത് പറയുമ്പം, ഒരു കാര്യം കൊണ്ടുണ്ട് ചേച്ചി, അതും കൂടെ ചേച്ചി ഒന്ന് സമ്മതിച്ചെന്നാൽ ഓക്കെ. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, എന്ത് കാര്യം നിനക്ക് ഇനി അടുത്തത് വേണ്ടേ എന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിയേ ഈ ബാഗിനകത്തോട്ട്. പെട്ടെന്ന് ബാഗിൽ നിന്നും ഒരു കുപ്പി എടുത്ത് തന്നെ കാണിച്ചു. ഇത് ഞാൻ ചേച്ചിക്ക് വേണ്ടി മാത്രം വാങ്ങിച്ചോണ്ടുവന്നതാ, മറ്റാർക്കും കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ കുപ്പി എടുത്ത് കാണിച്ചു. അതൊരു വൈനായിരുന്നു, ശരിക്കും മുന്തിരി വൈൻ. പെട്ടെന്ന് ഞാൻ ആ ഒരു കൊതിയോടെ തന്നെ നോക്കി, എടാ ചെക്ക, നീ ഇത് എവിടെ നിന്നൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നത്?
എനിക്കിതൊക്കെ ഇഷ്ടമാണെന്നുള്ള കാര്യം നിന്നോട് ആരാ പറഞ്ഞേ? പെട്ടെന്ന് അവൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയത്തില്ലേ, ഇന്നെന്തൊക്കെയാലും ആരും ഇങ്ങോട്ട് വരത്തില്ലല്ലോ, അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് കടപ്പുറത്തൊക്കെ പോവാം, ശേഷം ഇതൊക്കെ കഴിച്ചോണ്ടിരിക്കാം എന്നൊക്കെ അവൻ പറയുന്ന സമയത്ത് ഞാൻ കൊതിയോട് പറഞ്ഞു, എൻ്റെ പൊന്നിച്ചക്ക, എന്തെങ്കിലും പ്രശ്നമായി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നീയും തൂങ്ങും ഞാൻ തൂങ്ങും, വെറുതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ഞാനങ്ങനെ പറയുന്ന സമയത്ത് തന്നെ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും പറ്റില്ല, ഞാൻ പറയുന്ന കാര്യങ്ങൾ ചേച്ചിയും കൂടെ കേട്ടാൽ മതി. ചേച്ചിക്കും എന്നെ പറഞ്ഞ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പിന്നെ ഞാൻ ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചേച്ചിയുടെ ഇഷ്ടം പോലെ തന്നെ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ്, അപ്പോൾ ഞാനിതിങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും. ചേച്ചിക്ക് ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞു, എനിക്കിഷ്ടമല്ല, എൻ്റെ അടുത്ത് മിണ്ടാൻ വരണ്ട എന്നൊക്കെ പറഞ്ഞു, ഞാൻ പോവല്ലോ. അവനങ്ങനെ പറഞ്ഞ സമയത്ത് എനിക്ക് നല്ല വിഷമം തോന്നി. മറ്റൊന്നും ആയിരുന്നില്ല, അവനങ്ങനെ പറയുമ്പോൾ എനിക്ക് എന്തോ നഷ്ടപ്പെടുന്ന പോലെ. കാരണം അവൻ നല്ലൊരു കൂട്ടാണ് എനിക്ക്. എപ്പോഴും കഥകൾ പറയാനും പഴയ കാര്യങ്ങളെന്തും പിന്നെ എന്തെങ്കിലും അഡ്വൈസൊക്കെ ചോദിക്കാനും നല്ലൊരാളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പോകുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമമാണ് എപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു, നീ ഇങ്ങനെ പെടങ്ങില്ല എൻ്റെ കൂട്ടാ, നിനക്ക് എന്താഗ്രഹമാണെന്നുണ്ടെങ്കിലും ഞാൻ സാധിച്ചു തരും, എന്നെ കൊണ്ട് കഴിയുന്നത് മാത്രം. പിന്നെ അമ്മച്ചി എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിടാനൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഞാൻ പോകണോ വേണ്ട എന്ന് നീ പറഞ്ഞിട്ടേ ഞാൻ പോത്തോളൂ കേട്ടോ. പെട്ടെന്ന് അത് കേട്ട സമയത്ത് തന്നെ അവനൊരു ആശ്ചര്യം പോലെ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുമോ, എനിക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പിന്നെ ഡിസിഷനും പിന്നെ അഡ്വൈസും ചോദിക്കാനൊക്കെ ആരാ ഉള്ളത്, ഇപ്പം നീയല്ലേ ഉള്ളൂ, അപ്പം നിൻ്റെ അടുത്തല്ലാതെ ഞാൻ മറ്റാരോടെ ചോദിക്കാം എന്നൊക്കെ പറയുമ്പോൾ അവനെൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ആരുമില്ല, ഇങ്ങനെ എന്ത് കാര്യങ്ങളും പറയാനൊക്കെ ഇപ്പം ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പം ചേച്ചിയും അത് മനസ്സിലാക്കിയോണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ എങ്ങനെയൊന്നും വിചാരിക്കണ്ട, നിനക്ക് എന്ത് വിഷമം തോന്നിയാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് കേട്ടിരുന്നോളാം. പിന്നെ ഒരു സമയത്തും ഞാൻ പറയുന്ന സമയത്ത് എന്നെ ധിക്കരിച്ചെന്നും പറയരുത്, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നിന്നു. പെട്ടെന്ന് അമ്മച്ചി അവിടേക്ക് വന്നു. ആ സമയത്ത് ഞങ്ങൾ പരിചയമില്ലാത്ത ആൾക്കാരെ പോലെ ചുമ്മാ നിന്നു. അത് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല, അമ്മച്ചി വേറെ എന്തെങ്കിലും വിചാരിച്ചോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ നിന്നത്. ശേഷം അന്നത്തെ ദിവസത്തെ അത്താഴം കഴിഞ്ഞപ്പോൾ അമ്മച്ചി പറഞ്ഞു, എടേ പിള്ളേരെ നേരെ പോയി കിടന്നുറങ്ങാൻ നോക്ക്. പിന്നെ അവനോട് പറഞ്ഞു, നീ ആളി കിടന്നാൽ മതി കേട്ടോ, ഇവിടെ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അമ്മച്ചി എണീറ്റ് പോയി. പോകുന്ന സമയത്ത് അമ്മച്ചി പറഞ്ഞു, ശാലി നീ ഈ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ടോ, ഞാൻ ഉറങ്ങുമ്പോൾ എനിക്ക് നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ അവനെ നോക്കി, ഇന്ന് കുട്ടൻ ഇവിടെ അല്ലേ, പിന്നെ രാത്രി മൂത്രശങ്കി എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ കേട്ടോ എന്ന് പറഞ്ഞു. പെട്ടെന്നവൻ എന്നെ ദയനീയമായിട്ട് നോക്കി, ചേച്ചി നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടന്നില്ലെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ, അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ കൂട്ടുവിടാനും വരില്ല, ഒന്നും വരില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ പിണങ്ങാതിരിക്കേണ്ട കുട്ടാ, ഞാൻ നോക്കട്ടെ, അമ്മച്ചി കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തോട്ടിറങ്ങാം, അതല്ലേ നല്ലത്, വെറുതെ അമ്മച്ചിയുടെ വഴക്കും കാര്യങ്ങളൊക്കെ കേൾക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ പറയുമ്പോൾ പറഞ്ഞു, എന്നാൽ ഞാൻ നോക്കാം, വെയിറ്റ് ചെയ്യട്ടെ, അതിനുശേഷം പുറത്തു പോയാൽ പോരെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ച് ഞാൻ പാത്രം കഴുകിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് അവൻ ഹോളിൽ വന്ന് കിടക്കായിരുന്നു. ഞാൻ പറഞ്ഞു, നീ വെറുതെ ഹോളിൽ കിടന്ന് വെറുതെ മഴ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചക്ക, നീ അകത്ത് കയറി കിടന്നു, അമ്മച്ചി അങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞു. ആ സമയത്ത് അവൻ പറഞ്ഞു, വേണ്ട ചേച്ചി, വെറുതെ നീ ചേച്ചിക്കൊരു ബുദ്ധിമുട്ടാകണ്ട, ഞാനിവിടെ കിടന്നോളാം എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്കത് സഹിച്ചില്ല. ഞാൻ പറഞ്ഞു, നീ അകത്ത് കയറി കിടന്നില്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല കേട്ടോ, ഞാനും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മിണ്ടട്ട. അപ്പോൾ ഞാൻ പറഞ്ഞു, നിനക്ക് അത്രയേ ഉള്ളല്ലേ ഞാൻ മിണ്ടായിരുന്നു കഴിഞ്ഞാൽ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറഞ്ഞു, എൻ്റെ പൊന്നെ അതൊന്നും കൊണ്ടല്ല, ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂടെ വന്നു. അങ്ങനെ ഞാനും അവനും കൂടെ ആ ബെഡിൽ നിന്ന് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഓരോ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു, ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവനൊരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞു. അത് റോസി എന്ന് പറയുന്നൊരു പെൺകുട്ടിയാണ്. അവൾ എപ്പോഴും അവനുമായിട്ട് ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേട്ട സമയത്ത് എനിക്കത്ര സഹിച്ചില്ല.
നിൻ്റെ അടുത്ത് എനിക്കിപ്പോൾ ഇച്ചിരി പോസിറ്റീവ്നെസ് ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ ചെക്ക എന്ന് പറയുമ്പോൾ അവൻ ചിരിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മുത്തേ, ചേച്ചിയുടെ ആ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ, മറ്റെന്തും എനിക്ക് ആദ്യത്തെ ഫ്രണ്ട് ചേച്ചി തന്നെയല്ലേ എന്ന് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, ശരിക്കും നിന്നെ എനിക്കൊരുപാട് മിസ് ചെയ്യും ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, ചിലപ്പോൾ അങ്ങനെ പോകേണ്ട ഒരവസ്ഥ വരുമോ എന്ന് ചോദിച്ച സമയത്ത് അവൻ പറഞ്ഞു, ചേച്ചി അങ്ങനെ പറയാൻ പറ്റില്ല, എനിക്കെന്തെങ്കിലും ജോലി വേറെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ മാറും കേട്ടോ. പിന്നെ ചേച്ചിയുടെ കാര്യം അതേപോലെ തന്നെയല്ലേ, ഏത് സമയത്ത് അവിടെ നിന്ന് പോകുന്നതെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ അമ്മച്ചി എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ പോകുന്ന കാര്യമൊക്കെ, അപ്പോൾ പിന്നെ നമ്മൾ പിരിഞ്ഞു പോകും. പിന്നെ എപ്പോഴാണെങ്കിലും ഈ ഒരു ആഴത്തിലുള്ള ബന്ധം ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നവൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് പുറത്തു പോകാം, നിൻ്റെ പ്ലാൻ പോലെ നമുക്ക് ഇന്നത്തെ ദിവസം ഒന്ന് അടിച്ചു പൊളിച്ചു വരാം എന്ന് പറഞ്ഞ ശേഷം ഒരു ഏകദേശം 12 മണിയായി. ഞാനും അവനും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഒരു മണലാരണ്യ തീരങ്ങളായിരുന്നു. ആ സമയത്ത് തന്നെ അവിടെ ചെന്നിരുന്നു. ശേഷം അവൻ പറഞ്ഞതുപോലെ ഞാൻ അവന് വാങ്ങിച്ചുകൊണ്ടുവന്ന ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബീച്ചിൻ്റെ ആ സൈഡിൽ പോയിരുന്നു. അവിടേക്കും ആരുമില്ലായിരുന്നു, ചെറിയ ആ ഒരു തിരമാലകളുടെ അനക്കം മാത്രം. ആരും വരാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ സമുദ്രമായുള്ള ഒരു അന്തരീക്ഷം കാര്യങ്ങളൊക്കെ അത് ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ വീടും എൻ്റെ ആ ഒരു പ്രദേശമാണെങ്കിലും അവനും അതൊരുപാട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഗ്ലാസ് വൈനുമൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ഒരു സമയത്ത് അവൻ പറഞ്ഞു, ചേച്ചി ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, ഈ അറ്റ്മോസ്ഫിയറും പിന്നെ എനിക്ക് എന്തും കൂട്ടായിട്ട് ചേച്ചിയും എന്തും എനിക്ക് തുറന്ന് പറയാം, അതെല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ശരിക്കും ചേച്ചി സൂപ്പറാണ്. ശരിക്കും നിങ്ങളുടെ ആ ഒരു ബോണ്ട് എന്താ വർക്കാവാത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കെന്തായാലും ഇത് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇച്ചിരി അടുത്തോട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അടുത്തിരുന്ന് ആ ഒരു മഴയ്ക്കുള്ള ചാൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ട കടൽ തീരം എന്ന കഥയുടെ അടുത്ത ഭാഗം ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.